ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഓഡിബിൾ അല്ലേ? പറയാവോ? കുഴപ്പമൊന്നുമില്ലല്ലോ, ഓഡിബിൾ ആണല്ലോ. ഓക്കെ, പ്രസൻറ്റേഷൻ കാണുന്നില്ലേ? ഓക്കെ, അഗെയിൻ ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ബാക്ക് ടു സൈമേറ്റ്. നമ്മൾ യൂണിറ്റ് 1 ആണ് നോക്കുന്നത്. BPCC 105 ആണ് സൈക്കോളജിക്കൽ റിസർച്ച്. അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇന്ന് ഈ ഒരു സബ്ജക്റ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ ചാപ്റ്റർ യൂണിറ്റ് 1 ഡെഫിനിഷൻ ആൻഡ് ഗോൾസ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച്. അപ്പോൾ എല്ലാ വട്ടവും യൂണിറ്റ് 1 ഒരു ക്വസ്റ്റ്യൻ മസ്റ്റാണ്. പക്ഷെ കഴിഞ്ഞ എക്സാമിൽ, അതായത് ജൂൺ 2025 എക്സാമിൽ പക്ഷേ യൂണിറ്റ് 1 നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കാരണം റിസർച്ച് പഠിക്കണമെങ്കിൽ തേർഡ് ഇയറിൽ ഡിസർട്ടേഷൻ ചെയ്യണമെങ്കിലൊക്കെ എന്ത് വേണം? നമുക്ക് ഈ ഒരു യൂണിറ്റ് 1 തൊട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. മാത്രമല്ല ഡിസർട്ടേഷൻ അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇതിൽ നിന്ന് തിയറി ചോദിച്ചു കഴിഞ്ഞാൽ പറയാനായിട്ടും കിട്ടണം. ഓക്കെ ആണല്ലോ. യൂണിറ്റ് 1 ഡെഫിനിഷൻ ആൻഡ് ഗോൾസ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച്. ഡെഫിനിഷൻ, ഗോൾസ്, പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച്. Research in simple terms can be explained as adding information to the existing fund of knowledge. റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കയ്യിൽ കുറച്ച് നോളജ് ഉണ്ടായിരിക്കും, അതിൽ കുറച്ചും കൂടി ഇൻഫർമേഷൻസ് ആഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത്. ദ ടേം റിസർച്ച് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് റിസർച്ച് വിച്ച് മീൻസ് ടു ട്രാവൽ ത്രൂ ഓർ സർവേ. അപ്പോൾ ഫ്രഞ്ച് വേർഡായിട്ടുള്ള റിസർച്ച് എന്ന വേർഡിൽ നിന്നാണ് റിസർച്ച് എന്ന വേർഡ് വന്നിട്ടുള്ളത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ട്രാവൽ ത്രൂ ഓർ സർവേ. Research can be described as an enquiry that is not only critical but complex as well. ഇപ്പോൾ റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു എൻക്വയറി ആണ്. നമുക്കൊരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് എൻക്വയറി ചെയ്തിട്ട് വേണം കാര്യങ്ങൾ കണ്ടെത്താനായിട്ട്. നമുക്കൊരു കറക്റ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ കിട്ടണം. അതിനാണ് നമ്മൾ റിസർച്ച് നടത്തുന്നത്. അപ്പോൾ ഇതൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്രോസസ്സ് മാത്രമല്ല, ബട്ട് കോംപ്ലക്സ് ആസ് വെൽ. Research can also be described as an analysis and recording of controlled observation that is objective and systematic in nature. അപ്പോൾ റിസർച്ചിൽ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? ഡെഫിനിഷൻ പഠിക്കണം കേട്ടോ. നമുക്ക് റിസർച്ച് ഡിസർട്ടേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ വൈവ ചോദിക്കുമ്പോൾ റിസർച്ചിൻ്റെ ഡെഫിനിഷനൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഡെഫിനിഷൻ എന്തായാലും അതേ പഠിക്ക് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. ഇപ്പോൾ ഇവൻ നടക്കുന്ന പ്രാക്ടിക്കൽ എക്സാമിനും ഡെഫിനിഷൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഒരു ഡെഫിനിഷൻ പറഞ്ഞാൽ പറ്റത്തില്ല. ആരെങ്കിലുമൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കറക്റ്റ് ഡെഫിനിഷൻ എല്ലാത്തിൻ്റെയും, ഡിസർട്ടേഷൻ ആയാലും പ്രാക്ടിക്കൽ ആയാലും എല്ലാത്തിൻ്റെയും ഒരു ഡെഫിനിഷൻ വളരെ സിമ്പിൾ ആയാലും വേണ്ടില്ല, ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ റിസർച്ചിന് നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? ആസ് എൻ അനാലിസിസ് ആൻഡ് റെക്കോർഡിംഗ് ഓഫ് കൺട്രോൾഡ് ഒബ്സർവേഷൻ. ഒരു അനാലിസിസ് ആണ് ആൻഡ് റെക്കോർഡിംഗ് ഓഫ് കൺട്രോൾഡ് ഒബ്സർവേഷൻ. നമ്മളെങ്ങനെയാണ്? കൺട്രോൾഡ് ഒബ്സർവേഷനാണ്, നമ്മുടേതായിട്ടുള്ള രീതിയിലാണ് നമ്മളെല്ലാം ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ് ആൻഡ് സിസ്റ്റമാറ്റിക് in nature, and this analysis and recording can result in generalizations and also development of theories. അപ്പോൾ ഈ ഒരു അനാലിസിസും റെക്കോർഡിങ്സും ഒക്കെ നമ്മൾ എന്തിലോട്ട് ചെയ്യും? ജനറലൈസ് ചെയ്യും. ഒരു ജനറലൈസ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റിസർച്ച് നടത്തുന്നത് വെറും 10 പേരെടുത്തിട്ടായിരിക്കും, 10 കുട്ടികളെ പറ്റിയിട്ടായിരിക്കും റിസർച്ച് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ജനറലൈസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ കുട്ടികളിലും നമുക്ക് കിട്ടിയ ഒരു റിസൾട്ട് നമ്മൾ ജനറലൈസ് ചെയ്യും. അതാണ് റിസർച്ച് കൊണ്ടുള്ള ഒരു ഉപകാരം എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ നമുക്ക് ജനറലൈസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ ഡെവലപ്മെൻറ്റ് ഓഫ് തിയറീസും നമുക്ക് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ പഠിക്കുന്ന തിയറീസൊക്കെ എങ്ങനെയാണ്? റിസർച്ച് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ തിയറീസ് ഉണ്ടാക്കാനായിട്ടാണ് മെയിനായിട്ട് നമ്മൾ റിസർച്ച് യൂസ് ചെയ്യുന്നത്. ഇതുവരെയ്ക്കും ഓക്കെയാണ്. അപ്പോൾ നമ്മൾ റിസർച്ച് എന്താണെന്ന് ഒരു ചെറിയൊരു ഡെഫിനിഷൻ പറഞ്ഞു. ഫ്രഞ്ച് വേർഡായിട്ടുള്ള റിസർച്ചിൽ നിന്നാണ് റിസർച്ച് എന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത്. ക്രിട്ടിക്കലാണ്, ബട്ട് നോട്ട് ഓൺലി ക്രിട്ടിക്കൽ ബട്ട് കോംപ്ലക്സ് ആസ് വെൽ. പിന്നെ അതുപോലെ തന്നെ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ അനാലിസിസ് ആൻഡ് റെക്കോർഡിംഗ് ഓഫ് കൺട്രോൾഡ് ഒബ്സർവേഷൻ ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ് ആൻഡ് സിസ്റ്റമാറ്റിക് ഇൻ നേച്ചർ. ആൻഡ് ദിസ് അനാലിസിസ് ആൻഡ് റെക്കോർഡിംഗ് ക്യാൻ റിസൾട്ട് ഇൻ ജനറലൈസേഷൻ ആൻഡ് ഓൾസോ ഡെവലപ്മെൻറ്റ് ഓഫ് തിയറീസ്. ഇത്തരം കാര്യങ്ങൾ ഓക്കെയാണോ? ഓക്കെയാണോ? ഓക്കെ. ഇനി കേർലിംഗറിൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഡിഫൈൻസ് റിസർച്ച് ആസ് എ സിസ്റ്റമാറ്റിക് കൺട്രോൾഡ് എംപിരിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് നേച്ചുറൽ ഫിനോമിന ഗൈഡഡ് ബൈ തിയറി ആൻഡ് ഹൈപ്പോത്തസിസ് അബൌട്ട് ദ പ്രിസ്യൂംഡ് റിലേഷൻസ് എമംഗ് സച്ച് ഫിനോമിന. കേർലിംഗർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സയൻറ്റിഫിക് റിസർച്ച് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആണ്, കൺട്രോൾഡ് ആണ്, എംപിരിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഓഫ് നാച്ചുറൽ ഫിനോമിന.
ഒരു നാച്ചുറൽ ഫിനോമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സിസ്റ്റമാറ്റിക്കായി, കൺട്രോൾഡായി, എംപിരിക്കലി, ക്രിട്ടിക്കലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. ഗൈഡഡ് ബൈ എ തിയറി, അതിനൊരു കൃത്യമായിട്ടുള്ളൊരു തിയറി ഉണ്ടായിരിക്കും, ഹൈപ്പോത്തസിസ് ഉണ്ടായിരിക്കും, ഊഹങ്ങൾ ഉണ്ടായിരിക്കും. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്താണ്? ഊഹമാണ്. നമ്മൾ റിസർച്ച് തുടങ്ങുമ്പോൾ ഇന്നതായിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് നമ്മൾ ഊഹിച്ചുകൊണ്ടായിരിക്കും റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് എന്ത്? സയൻറ്റിഫിക് റിസർച്ച് എന്ന് കേർലിംഗർ പറഞ്ഞു. റിസർച്ച് ഇൻ സിമ്പിൾ ടേംസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ ടു ഫൈൻഡ് ആൻസേഴ്സ് ടു എ പ്രോബ്ലം. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ് ടു ഫൈൻഡ് ആൻസേഴ്സ് ടു എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിന് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ആൻസേഴ്സ് കണ്ടെത്തണം. അതാണ് റിസർച്ച്. അങ്ങനെ ബേൺസിൻ്റെ ഡെഫിനിഷനും, 2 ഡെഫിനിഷൻസിൻ്റെ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ മസ്റ്റായിട്ട് പഠിച്ചിട്ട് എഴുതാം. ഒന്നെങ്കിൽ കെർലിംഗർ എഴുതാം, അതല്ലെങ്കിൽ ബേൺസിൻ്റെ ഡെഫിനിഷൻ എഴുതാം. ഓക്കെ, ഇനി ഇതുവരെയ്ക്കും ഓക്കെ അല്ലേ? റിസർച്ച് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിയോ? Some of the key points in the given definitions of research are as follows. ഇനി കീ പോയിന്റ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞു, അതിലുള്ള കീ പോയിന്റ്സ്. ആദ്യത്തെയാണ് സിസ്റ്റമാറ്റിക് ഇൻ നേച്ചർ. സിസ്റ്റമാറ്റിക് ആയിരിക്കണം നമ്മുടെ റിസർച്ച്. ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക് ഇൻ നേച്ചർ. സൈക്കോളജിക്കൽ റിസർച്ച് ഈസ് സിസ്റ്റമാറ്റിക് ആസ് വെൽ ആസ് സയൻറ്റിഫിക് ഇൻ നേച്ചർ ആൻഡ് ഫോളോസ് എ പാറ്റേൺസ് ഓഫ് സയൻറ്റിഫിക് പ്രോസസ്. എങ്ങനെയായിരിക്കും നമ്മുടെ റിസർച്ച്? സിസ്റ്റമാറ്റിക് ആണ്, സയൻറ്റിഫിക് ഇൻ നേച്ചർ ആൻഡ് ഫോളോസ് എ പാറ്റേൺ ഓഫ് സയൻറ്റിഫിക് പ്രോസസ്. സയൻറ്റിഫിക് പ്രോസസ്സ് പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കണം. അതായത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് തെളിവുകളോടെ ആയിരിക്കും നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് ഇത് പ്രോസസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് റിസർച്ച് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് മാനർ സോ ആസ് ടു എൻഷുർ ദാറ്റ് ദ ഔട്ട്കം ഓഫ് ദ റിസർച്ച് ക്യാൻ ബി റിലീഡ് ഓൺ ആൻഡ് ദ റിസർച്ചേഴ്സ് ഹാവ് കോൺഫിഡൻസ് ഇൻ ദ ഔട്ട്കം ഓഫ് ദ റിസർച്ച്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താണ്? സിസ്റ്റമാറ്റിക്കായി സയൻറ്റിഫിക്കായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്കത്തിൽ റിസർച്ചറിന് എന്തുണ്ടായിരിക്കും? ഒരു കോൺഫിഡൻ്റ് ഉണ്ടായിരിക്കും. കാരണം എന്താണ്? എവിടെയും തെറ്റുകൾ വരാനുള്ള സാധ്യതയില്ല. സയൻറ്റിഫിക്കലി ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ലബോറട്ടറിക്കൽ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തി കൃത്യമായിട്ട് തെളിവുകളോടെ എംപിരിക്കലി പ്രൂവ് ചെയ്യുന്നതാണ് അല്ലേ സയൻറ്റിഫിക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ക്ലാരിറ്റി അതിനുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുണ്ട്? റിസർച്ചർക്ക് കോൺഫിഡൻസും ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ആദ്യത്തെ പോയിന്റ്. എന്താണ്? നമുക്ക് റിസർച്ച് സയൻറ്റിഫിക് ആയിരിക്കണം. ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക് ഇൻ നേച്ചർ. അടുത്തത് ഒബ്ജക്റ്റീവ്. ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ്. Objectivity is a significant characteristics of any research and care needs to be taken that no subjectivity creeps in so that the internal validity of the research is maintained. നമുക്ക് ഒബ്ജക്റ്റീവ് ആയിരിക്കണം. അപ്പം നമ്മൾ സബ്ജക്റ്റീവായി പോവരുത്. അതായത് നമ്മുടേതായിട്ടുള്ള റിസൾട്ടുകൾ നമ്മൾ റിസർച്ചിൽ കൊണ്ടുവരാനായിട്ട് പാടില്ല. ഫുള്ളി ഒബ്ജക്റ്റീവ് ആയിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് നീഡ്സ് ടു ബി ടേക്കൺ ദാറ്റ് നോ സബ്ജക്റ്റിവിറ്റി ക്രീപ്സ് ഇൻ. നമ്മുടേതായിട്ടുള്ള ഒരു തീരുമാനങ്ങളും ഇതിൻ്റെ ഇടയിൽ കയറി വരാനായിട്ട് പാടില്ല. സോ ദാറ്റ് ദ ഇൻറ്റേർണൽ വാലിഡിറ്റി ഓഫ് ദി റിസർച്ച് ഈസ് മെയിൻറ്റെയിൻ. അപ്പം അങ്ങനെ ഒബ്ജക്റ്റീവ് ആയാൽ മാത്രമേ നമുക്കിതിൻ്റെ ഇൻറ്റേർണൽ വാലിഡിറ്റി നോക്കാനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അടുത്തത് ഇറ്റ് സീക്സ് ആൻസേഴ്സ് ടു സർട്ടൻ പ്രോബ്ലം. സൈക്കോളജിക്കൽ റിസർച്ച് ഈസ് ക്യാരിഡ് ഔട്ട് വിത്ത് എൻ ഒബ്ജക്റ്റീവ് ദാറ്റ് നീഡ്സ് ടു ബി ക്ലിയർ ആൻഡ് സ്പെസിഫിക്. എങ്ങനെയായിരിക്കണം? ക്ലിയർ ആൻഡ് സ്പെസിഫിക് ആയിരിക്കണം. ഒബ്ജക്റ്റീവ് ദാറ്റ് നീഡ്സ് ടു ബി ക്ലിയർ ആൻഡ് സ്പെസിഫിക്. ദർ കുഡ് ബി സർട്ടൻ പ്രോബ്ലംസ് ആൻഡ് ഇഷ്യൂസ് ദാറ്റ് ദ റിസർച്ചർ മേ കം അക്രോസ് ആൻഡ് മേ സീക്ക് ആൻസേഴ്സ് ടു. നമുക്കെന്താണ്? ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും, അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ആൻസർ നമുക്ക് കണ്ടെത്തണം. അപ്പോൾ പ്രോബ്ലംസും ഇഷ്യൂസൊക്കെ ഉണ്ടായിരിക്കും, അതിനെ നമ്മൾ മേ കം ക്രോസ് ആൻഡ് മേ സീക്ക് ആൻസേഴ്സ് ടു. അതായിരിക്കണം മൂന്നാമത്തെ കീ പോയിന്റ്. ഇനി ഏറ്റവും ലാസ്റ്റ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിസർച്ച് ജനറലൈസേഷൻസ് ക്യാൻ ബി മെയ്ഡ് ആൻഡ് തിയറി ആൻഡ് പ്രിൻസിപ്പിൾസ് ക്യാൻ ഓൾസോ ബി ഡെവലപ്ഡ്. ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യാണ്? റിസർച്ചിൻ്റെ സഹായത്തോടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ജനറലൈസേഷൻ ചെയ്യുന്നു. അതായത് നമ്മൾ പറഞ്ഞു ഇപ്പോൾ 10 കുട്ടികളിലാണ് നമ്മൾ റിസർച്ച് നടത്തിയെന്ന് വിചാരിക്കുക. ഇന്ത്യയിലുള്ള മൊത്തം കുട്ടികളും നമ്മളത് ജനറലൈസ് ചെയ്യും. ആൻഡ് തിയറി ആൻഡ് പ്രിൻസിപ്പിൾസ് ക്യാൻ ഓൾസോ ബി ഡെവലപ്ഡ്. അതിൽ നിന്നൊരു തിയറിയും പ്രിൻസിപ്പിളൊക്കെ ഡെവലപ്പ് ചെയ്യാനും പറ്റും. ബേസ്ഡ് ഓൺ ദ റിസർച്ച് ഫൈൻഡിങ്സ് ജനറലൈസേഷൻസ് ക്യാൻ ബി മെയ്ഡ് ആൻഡ് ഫർദർ ബേസ്ഡ് ഓൺ ഫൈൻഡിങ്സ് തിയറി ആൻഡ് പ്രിൻസിപ്പിൾസ് ക്യാൻ ഓൾസോ ബി ഡെവലപ്ഡ്. ഈ പറഞ്ഞത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ജനറലൈസേഷൻ ചെയ്യുന്നു, പിന്നെ അതിൽ നിന്ന് തിയറീസും പ്രിൻസിപ്പിൾസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ 4 കീ പോയിന്റ്സ് ആണ് പറയുന്നത്. ആദ്യം എന്ത് പറഞ്ഞു? സിസ്റ്റമാറ്റിക് ആയിരിക്കണം. സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് മാനറിൽ നമ്മൾ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ റിസർച്ചർക്ക് എന്ത് എൻഷുർ ചെയ്യാം? ഔട്ട്കമ്മിൽ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. ഇനി ഒബ്ജക്റ്റീവ് ആയിരിക്കണം, സബ്ജക്റ്റിവിറ്റി കയറി വരാനായിട്ട് പാടില്ല. അപ്പോൾ ഇൻറ്റേർണൽ വാലിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും.
മൂന്നാമത്തെ ഇറ്റ് സീക്ക് ആൻസേഴ്സ് ടു സർട്ടൻ പ്രോബ്ലം. ഒരു സർട്ടൻ പ്രോബ്ലംസും ഇഷ്യൂസൊക്കെ ഉണ്ടായിരിക്കും, അതിനെ ക്രോസ് ചെയ്തിട്ട് നമ്മൾ ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു. അടുത്തത് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞു ജനറലൈസേഷൻ ചെയ്യുന്നു, അതിൽ നിന്ന് പ്രിൻസിപ്പിൾസും തിയറീസൊക്കെ ഡെവലപ്പ് ചെയ്യാം. ഇങ്ങനെയാണ് റിസർച്ചിൻ്റെ കീ പോയിന്റ്സ് വരുന്നത്. ഓക്കെ ആണോ? യെസ് മാം. അടുത്തത് ഗോൾസ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച്. 5 ഗോൾസ് ആണ് പറയുന്നത്. ഡിസ്ക്രിപ്ഷൻ, എക്സ്പ്ലനേഷൻ, പ്രെഡിക്ഷൻ, കൺട്രോൾ, ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്കിതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം, അതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. 5 ഗോൾസ് ആണ്. ആദ്യത്തെ ഡിസ്ക്രിപ്ഷൻ. This is one of the prominent goals of research that involves a description of behavior in a systematic manner. അപ്പോൾ ഇവിടെ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താ? നമ്മൾ സൈക്കോളജിക്കൽ റിസർച്ച് ആണല്ലേ നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ബിഹേവിയറിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ കൂടുതൽ റിസർച്ചുകൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അതിനെ ഡിസ്ക്രിപ്ഷൻ ചെയ്യണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, നമുക്ക് കോവിഡ് എടുക്കാം. കൊറോണ ടൈമിൽ എടുക്കുകയാണ്. അപ്പോൾ കോവിഡ് ഫസ്റ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു പനി, ആദ്യമായിട്ട് ഒരാൾക്ക് പനി, ചുമ, തുമ്മൽ ഇതൊക്കെ കാണുന്നു. അപ്പോൾ അതിനെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ചെയ്യണം, ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്തൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ ഹാപ്പനിങ് സിറ്റുവേഷൻ എക്സാക്ട്ലി എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് പ്രോസസ്സ്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ഇൻവോൾവ്സ് ഇൻഫർമേഷൻ അബൌട്ട് വാട്ട് എക്സാക്ട്ലി ഈസ് ഹാപ്പനിങ് എ സിറ്റുവേഷൻ, വേർ ആൻഡ് വിത്ത് ഹൂം ഇറ്റ് ഈസ് ഹാപ്പനിങ്. കണ്ടോ, നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാണ് എവിടെയാണ്, ആർക്കാണ്, ഇതൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്നു. ഇൻ ഡിസ്ക്രിപ്ഷൻ എ സർട്ടൻ ഫിനോമിന ഓർ ഈവൻ്റ് ഓർ ഇഷ്യൂ ഈസ് ഐഡൻറ്റിഫൈഡ് ആൻഡ് റിപ്പോർട്ടഡ്. കേട്ടോ, ഇപ്പോൾ ഡിസ്ക്രൈബിൽ എന്താണ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എന്താണ്? നമ്മൾ ഈ ഒരു സർട്ടൻ ഫിനോമിന അല്ലെങ്കിൽ ഈവൻറ്റിനെ, ഇഷ്യൂവിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ആലോചിക്കാം. ഫസ്റ്റത്തെ എന്താണ്? പനി, ചുമ, തുമ്മൽ ഇതൊക്കെ ആദ്യമായിട്ട് ഒരാൾക്ക് കാണുന്നു, നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സേഫ്റ്റി ബിഹേവിയർ ഓഫ് എംപ്ലോയീസ് ക്യാൻ ബി ഒബ്സർവ്ഡ് ആൻഡ് ഡിസ്ക്രൈബ്ഡ്. ആദ്യമായിട്ട് അപ്പോൾ എന്താണ്? ഡിസ്ക്രിപ്ഷനാണ് ആദ്യത്തെ ഗോൾ. നമ്മളൊരു ഇഷ്യൂ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതിനെ റിപ്പോർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഗോൾ എക്സ്പ്ലനേഷൻ. This mainly involves explaining why a certain behavior phenomena is taking place. എന്തുകൊണ്ടാണ് ഈ ഒരു ബിഹേവിയർ ഉണ്ടാകുന്നത്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, if employees in an organization are not using safety devices, then explanation can be generated as to why they are doing so. ഇപ്പോൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു എന്താണ്? പനി, ചുമ, തുമ്മലൊക്കെ വന്നു. അപ്പോൾ അതിന് എക്സ്പ്ലനേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഇത്രയും ആൾക്കാർക്ക് പനി വരുന്നുണ്ട്, ഇത് പകരുന്നുണ്ട്, ഇതാണ് നമ്മുടെ എക്സ്പ്ലനേഷൻ. സർട്ടൻ ബിഹേവിയർ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇനി അടുത്തത് പ്രെഡിക്ഷൻ ആണ്. എക്സ്പ്ലനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പ്രെഡിക്ഷൻ ചെയ്യുന്നു. അതായത് എന്തുകൊണ്ടാണ് ഈ ബിഹേവിയർ ഉണ്ടാകാനുള്ള സാധ്യതകൾ, അത് നമ്മൾ പ്രെഡിക്ഷൻ ചെയ്യാണ്, പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കൊറോണനെ എങ്ങനെ ചെയ്യാം? അപ്പോൾ ഇത്ര ആൾക്കാർക്ക് ഇത് പകർന്ന് പോകുന്നുണ്ട്, ചിലർ മരിച്ചു പോകുന്നുണ്ട്. പ്രെഡിക്റ്റ് ചെയ്യാണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കണ്ടേജിയസ് ആവുന്നത്, അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ ഗോൾ. യെറ്റ് അനദർ ഗോൾ ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച് ഈസ് പ്രെഡിക്ഷൻ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഈവൻ പ്രീവിയസ് റിസർച്ച്. സർട്ടൻ പ്രെഡിക്ഷൻസ് ആർ മെയ്ഡ്. 1 minute. Certain predictions are made about the behavior under study. കണ്ടോ, നമ്മൾ പ്രീവിയസ് റിസർച്ചിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും നമ്മുടെ certain predictions ഇവിടെ ഉണ്ടാക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു ബിഹേവിയർ ഇങ്ങനെ കാണിക്കുന്നത്? ഇൻ prediction, the factors that may be correlated or related with a certain behavior or phenomena are identified. For example, predictions are made with regard to why employees are not using safety devices based on previous research and information. ഇവിടെ പറയുന്ന എക്സാമ്പിൾ എന്താണ്? എംപ്ലോയീസ് സേഫ്റ്റി ഡിവൈസസ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രെഡിക്ഷൻസ് പറയാം. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എന്താണ്? കൊറോണയുടെ കാര്യം. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു പകർച്ചവ്യാധി ഉണ്ടാകുന്നത്, എല്ലാവർക്കും പകരുന്നത് എന്തുകൊണ്ടാണ്, ചില പേര് മരിച്ചു പോകുന്നുണ്ട്, അതെന്തുകൊണ്ടാണ്, ഇങ്ങനെയുള്ള പ്രെഡിക്ഷൻസ് ചെയ്യുന്നു, സാധ്യതകളെ നമ്മൾ കൊണ്ടുവരുന്നു. ഇപ്പം നമുക്കതിൽ നിന്ന് സാധ്യതകൾ മനസ്സിലായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വായുവിലൂടെ പകരുന്നതാണ്, അടുത്തടുത്ത് ഇടപഴകുമ്പോൾ ഈ വൈറസ് പകരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തു. അപ്പോൾ അടുത്ത ഗോൾ എന്താണ്? കൺട്രോൾ ചെയ്യുന്നു. Control is also an objective research of which involves bringing about a change in the behavior with the help of suitable intervention strategies. എന്താണ്? സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ സ്ട്രാറ്റജീസ് കൊണ്ടുവരുന്നു. ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് മാസ്കുകൾ വെക്കാനായിട്ട് പറയുന്നു. ഇവിടെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നാലാമത്തെ ഗോൾ എന്താണ്? കൺട്രോൾ. For example, suitable intervention strategies can be developed to promote use of safety devices amongst the employees. നമുക്കൊരു
ഒരു ഇൻ്റർവെൻഷൻ സ്ട്രാറ്റജി പോലെ എന്തെങ്കിലും പറയാനായിട്ട് പറ്റണം. അവിടെയാണ് നാലാമത്തെ ഗോളായ കൺട്രോൾ എന്ന് പറയുന്നത്. At last application, inferences can be drawn based on the results obtained by the carrying of the research, and these can then be applied for problem solving as well as decision making. അപ്പം നമ്മളിവിടെ കൺട്രോൾ എന്ന് പറഞ്ഞു, മാസ്കുകൾ ധരിക്കുന്നതാണ് കൂടുതൽ നല്ലത്, അകലം പാലിക്കുക, ഇതൊക്കെ കൺട്രോളിൽ നമുക്ക് പറയാം. ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റേജിൽ അത് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുകയാണ്. എല്ലാവരും മാസ്ക് ധരിക്കുന്നു, അകലം പാലിക്കുന്നു, അടുത്ത ഇടപഴകൽ എല്ലാവരും കുറയ്ക്കുന്നു, പുറത്തേക്ക് ഇറങ്ങലൊക്കെ കുറയ്ക്കുന്നു അല്ലേ? ഇതൊക്കെ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് എന്താണ്? ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് ഇൻഫറൻസുകൾ നമ്മൾ മേക്ക് ചെയ്ത് അതിനനുസരിച്ച് ഇതൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങും ഫോർ പ്രോബ്ലം സോൾവിങ് ആസ് വെൽ ആസ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ 5 ഗോളുകളൊക്കെയാണ് ആദ്യം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഇപ്പം എന്താണ്? ഒരു ഇഷ്യൂവിനെ അല്ലെങ്കിൽ ഒരു ഈവൻറ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ഡിസ്ക്രിപ്ഷൻ ഗോളിൽ നടക്കുന്നത്. സെക്കൻഡ് ഗോൾ എന്ന് പറയുന്നത് എക്സ്പ്ലനേഷനാണ്. എന്തുകൊണ്ടാണ് ഈ ബിഹേവിയർ ഇങ്ങനെ ഉണ്ടാകുന്നത്, അതിൻ്റെ എക്സ്പ്ലനേഷൻ. ആൻഡ് മൂന്നാമത്തെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു, വരാനുള്ള സാധ്യതകളെ പറ്റിയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നു. അതേതാണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഏറ്റവും ലാസ്റ്റ് അതിനുള്ള സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്നു. പ്രോബ്ലം സോൾവിങ്ങിലും ഡിസിഷൻ മേക്കിങ്ങിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നു. 5 ഗോളോ ഒക്കെയാണോ? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച്. എ ഗുഡ് സൈക്കോളജിക്കൽ റിസർച്ച് ഈസ് സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് ഇൻ നേച്ചർ. നമ്മൾ ഡെഫിനിഷനിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഏറെക്കുറെ ഇവിടെയും പറയുന്നത്. ആദ്യത്തെ പറഞ്ഞ എന്താണ്? സിസ്റ്റമാറ്റിക് ആയിരിക്കണം, സയൻറ്റിഫിക് ആയിരിക്കണം. ഇറ്റ് ഓൾസോ നീഡ്സ് ടു ബി വാലിഡ് ആസ് വെൽ ആസ് വെരിഫിയബിൾ ആൻഡ് റെപ്ലിക്കബിൾ. നമുക്കിത് വാലിഡ് ആയിരിക്കണം, വെരിഫൈ ചെയ്യാനായിട്ട് പറ്റണം. വെറുതെ നമ്മളൊരു പ്രോബ്ലം ചെയ്ത് അതിന് കൃത്യമല്ലാത്തൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? റിസർച്ച് ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ വെരിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ആൻഡ് എ ഗുഡ് സൈക്കോളജിക്കൽ റിസർച്ച് നീഡ്സ് ടു ബി ലോജിക്കൽ ആസ് വെൽ ആസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി possible to make generalizations or develop theories and principles based on the research outcome. എന്താ പറഞ്ഞത്? ലോജിക്കൽ ആയിരിക്കണം ആസ് വെൽ ആൻഡ് ഇറ്റ് ഷുഡ് ബി പോസിബിൾ ടു മേക്ക് ജനറലൈസേഷൻ ചെയ്യാനായിട്ട് പറ്റണം. അതായത് ഇപ്പോൾ 10 പേരിൽ ചെയ്ത് കഴിഞ്ഞാൽ 100 ആൾക്ക് ഇതേപോലെ ആയിരിക്കാം എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ സാധ്യതകൾ ശരിയായിരിക്കണം. അപ്പോൾ വെറുതെ പോയിട്ട് 10 പേർക്ക് ഇങ്ങനെയാണ്, അപ്പോൾ പിന്നെ 100 പേർക്കും അങ്ങനെ തന്നെ ആവും. ഇങ്ങനെ നമ്മൾ ജനറലൈസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ലോജിക്കലായിരിക്കണം, ജനറലൈസ് ചെയ്യാൻ മാത്രം പോസിബിൾ ആയിരിക്കണം. ആൻഡ് ഡെവലപ്പ് തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, തിയറീസും പ്രിൻസിപ്പിൾസൊക്കെ ഡെവലപ്പ് ചെയ്യാനും പറ്റണം. The purpose and objective of the research needs to be stated in a clear and specific manner. റിസർച്ചിൻ്റെ പർപ്പസും ഒബ്ജക്റ്റീവും ക്ലിയർ ആൻഡ് സ്പെസിഫിക് മാനറിൽ സ്റ്റേറ്റ് ചെയ്യണം. അടുത്ത എന്താണ്? ഇൻ ഓർഡർ ടു എൻഷുർ ഒബ്ജക്റ്റിവിറ്റി ദ റിസർച്ച് പ്രൊസീജിയർ നീഡ്സ് ടു ബി പ്ലാൻഡ് അഡിക്വേറ്റ്ലി. ഒബ്ജക്റ്റിവിറ്റി എൻഷുർ ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. കൃത്യമായിട്ട് റിസർച്ചിൻ്റെ പ്രൊസീജിയേഴ്സ് പ്ലാൻ ചെയ്യണം. Research design needs to be appropriately selected based on the purpose and objective of the study. നമ്മുടെ റിസർച്ചിൻ്റെ ടോപ്പിക്കിനനുസരിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഡിസൈൻസ് നോക്കേണ്ടി വരും. പല ടൈപ്പ് ഡിസൈനുകളുണ്ട്. അപ്പോൾ റിസർച്ചിൻ്റെ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് അപ്രോപ്രിയേറ്റ്ലി നമ്മളത് സെലക്ട് ചെയ്യണം. And appropriate tools need to be used for data analysis. ഡാറ്റ അനാലിസൈസ് ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള ടൂളുകൾ യൂസ് ചെയ്യുക. ഇതൊക്കെ സൈക്കോളജിക്കൽ റിസർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ എന്താണ് ആദ്യം പറഞ്ഞത്? സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് ആയിരിക്കണം, നീഡ്സ് ടു ബി വാലിഡ് ആസ് വെൽ ആസ് വെരിഫിയബിൾ ആൻഡ് റെപ്ലിക്കബിൾ, ലോജിക്കലായിരിക്കണം, പോസിബിൾ ടു മേക്ക് ജനറലൈസേഷൻ ഓർ ഡെവലപ്പ് തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ് എങ്ങനെയായിരിക്കണം? സ്റ്റേറ്റഡ് ഇൻ എ ക്ലിയർ ആൻഡ് സ്പെസിഫിക് മാനർ ടു എൻഷുർ ഒബ്ജക്റ്റിവിറ്റി എൻഷുർ ചെയ്യാനായിട്ട് പ്രൊസീജിയേഴ്സ് നീഡ് ടു ബി പ്ലാൻഡ് അഡിക്വേറ്റ്ലി, പ്രൊസീജിയേഴ്സൊക്കെ നല്ല അഡിക്വേറ്റ്ലി പ്ലാൻ ചെയ്യണം. ഡിസൈൻ നീഡ്സ് ടു ബി അപ്രോപ്രിയേറ്റ്ലി സെലക്റ്റഡ് ബേസ്ഡ് ഓൺ ദ ടോപ്പിക്. ഇനി അപ്രോപ്രിയേറ്റ് ടൂൾസ് നീഡ് ടു ബി യൂസ്ഡ് ഫോർ ഡാറ്റ അനാലിസിസ്. അങ്ങനെ ഒരു 6 എണ്ണമാണ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. ഓക്കെ ആണോ? നമുക്ക് ഒരു 3 സ്റ്റെപ്പ് എടുക്കാം. ഇനി സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ്സ്, ഇതും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ്സ്. ആദ്യം തന്നെ എന്ത് വേണം? റിസർച്ച് ഐഡിയ നീഡ്സ് ടു ബി ഡെവലപ്ഡ്. ഇപ്പോൾ ഇതിൽ ഡിസർട്ടേഷൻ ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം തന്നെ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് തുടങ്ങണം. ഇപ്പോൾ ഡിസർട്ടേഷൻ 3rd ഇയറിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തൊട്ടേ എന്ത് ചെയ്യുക?
ടോപ്പിക്കുകൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഏത് ടോപ്പിക്കാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, എൻ്റെ പരിധിയിൽ എനിക്ക് നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് ഏതാണ് എന്നുള്ളത് നമ്മൾ ആദ്യം അന്വേഷിച്ച് കണ്ടെത്തി വെക്കണം. അപ്പോൾ റിസർച്ച് ഐഡിയ നീഡ്സ് ടു ബി ഡെവലപ്ഡ്. സ്റ്റെപ്പ് 1, the very first step in research process is developing the research idea. Thus an issue or problem needs to be identified that can be subjected to research. ഇവിടെ എന്താണ് നമ്മൾ ശരിക്കും ചെയ്യുന്നത്? ഒരു ഇഷ്യൂ അല്ലെങ്കിൽ പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ അതിനാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. വൺ ക്യാൻ ഒബ്റ്റെയിൻ റിസർച്ച് ഐഡിയാസ് ബൈ ഒബ്സർവിങ് വൺ സറൗണ്ടിങ് ഓർ ഈവൻ ത്രൂ ഇൻട്രാക്ഷൻ വിത്ത് സർട്ടൻ എക്സ്പേർട്സ് ഇൻ ദ സബ്ജക്റ്റ് ഏരിയ. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചുറ്റുപാട് ഒബ്സർവ് ചെയ്തുകൊണ്ട് നമുക്കൊരു റിസർച്ച് ഐഡിയ ഒബ്റ്റെയിൻ ചെയ്യാം. അതല്ലെങ്കിൽ മറ്റുള്ളവരെ, എക്സ്പേർട്ട് ആയിട്ടുള്ള മറ്റുള്ളവരായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഏതാണോ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് ഏരിയ അതുമായിട്ട് മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ രണ്ട് രീതിക്ക് നമുക്ക് റിസർച്ച് ഐഡിയാസ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഗോ ത്രൂ എക്സിസ്റ്റിംഗ് റിവ്യൂ ഓർ സ്റ്റഡീസ് ദാറ്റ് ഹാവ് ബീൻ ക്യാരിഡ് ഔട്ട് ഓൺ ദ ഇഷ്യൂ ഓർ പ്രോബ്ലം ദാറ്റ് ദ റിസർച്ച് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റഡിയിങ്. എന്താണ്, നമ്മൾ എക്സിസ്റ്റിംഗ് റിവ്യൂസും സ്റ്റഡീസും ഒക്കെ നോക്കണം. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പം നമ്മൾ എന്ത് കിട്ടിയാലും നമ്മൾ ആദ്യം ഗൂഗിൾ ചെയ്യും, ചാറ്റ് GPT നോക്കും, യൂട്യൂബ് നോക്കും, വേറെ അതർ വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിലൊക്കെ നോക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. എന്താണ്, സോഷ്യൽ മീഡിയാസ് മാത്രമല്ല, അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് മാത്രമല്ല, മാഗസിൻസ് അല്ലെങ്കിൽ പിന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. അതിനെയാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എക്സിസ്റ്റിംഗ് റിവ്യൂ അല്ലെങ്കിൽ സ്റ്റഡീസ് ഉണ്ട് വെച്ചെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. കാരണം എന്താണ്, ഒരേപോലത്തെ റിസർച്ച് നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പോൾ ഒരാൾ ചെയ്ത് വെച്ചതാണ് വെച്ചെങ്കിൽ നമ്മൾ അതിനെ തന്നെ എടുത്തിട്ട് പിന്നെയും ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മുടെ മാർക്ക് കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ റിവ്യൂ എക്സിസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് റിവ്യൂ അല്ലെങ്കിൽ സ്റ്റഡീസൊക്കെ നോക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. And this can be done by referring to articles, research papers, books, etc. on the subject area. അപ്പോൾ അതെന്താണ്, ഇത് എങ്ങനെ നമുക്ക് ചെയ്യാം? ആർട്ടിക്കിൾസ് നോക്കാം, റിസർച്ച് പേപ്പേഴ്സ് നോക്കാം, ബുക്സ് നോക്കാം, ഓൺലൈൻ മീഡിയാസ് പ്ലാറ്റ്ഫോംസ് ഒക്കെ നോക്കാം, പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ്, പിന്നെ ന്യൂസ് പേപ്പേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനു വേണ്ടി റെഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതാണ് കേട്ടോ റിവ്യൂയിങ് ലിറ്ററേച്ചർ. അതിനെയാണ് നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഈ സംഭവമാണ്. റിവ്യൂയിങ് ലിറ്ററേച്ചർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഓർഡർ ടു അവോയ്ഡ് എനി ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദ റിസർച്ച്. കണ്ടോ, നമ്മുടെ റിസർച്ചിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്കിത് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ദ ഇഷ്യൂ ഓർ പ്രോബ്ലം ഹാസ് ബീൻ വെൽ റിസർച്ച്ഡ് ആൻഡ് നീഡ് നോട്ട് ബി സബ്ജക്റ്റഡ് ടു ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പം എന്താണ്, നമ്മളൊരു ഇഷ്യൂ അല്ലെങ്കിൽ പ്രോബ്ലം വെൽ റിസർച്ച്ഡ് ആണെങ്കിൽ നീഡ് നോട്ട് ബി സബ്ജക്റ്റഡ് ടു ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ. പിന്നെ അത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്താൽ അതിനെ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. Review of literature also helps in selecting suitable design for research and will also provide latest information and developments for the research. അപ്പോൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തുന്നതിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റിസർച്ചിന് വേണ്ട ഒരു ഡിസൈൻ കൃത്യമായി ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻസും ഡെവലപ്മെൻറ്റ്സും ഒക്കെ നമുക്ക് റിസർച്ചിന് വേണ്ടി ഇതിൽ നിന്നൊക്കെ കണ്ടെത്തി വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു എന്താണ്, റിസർച്ച് ഐഡിയാസ് നീഡ്സ് ടു ബി ഡെവലപ്ഡ്. അപ്പോൾ ഇതിൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഒക്കെ പറഞ്ഞു. ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. റിസർച്ചർ വാണ്ട്സ് ടു സ്റ്റഡി കെയർ ഗിവേഴ്സ് ഓഫ് ക്രോണിക്കലി ഇൽ പേഷ്യൻസ്. ഹി ഓർ ഷീ മേ ഫസ്റ്റ് ഗോ ത്രൂ ദ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ്, ഒരു റിസർച്ചർ സ്റ്റഡി നടത്തുകയാണ് കെയർ ഗിവേഴ്സ് ഓഫ് ക്രോണിക്കലി ഇൽ പേഷ്യൻസ്. ക്രോണിക്കലി ഇൽ പേഷ്യൻസ് ആയിട്ടുള്ളവരുടെ കെയർ ഗിവേഴ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചെയ്യുന്നു. ആൻഡ് ഐഡൻറ്റിഫൈ റെലവൻറ്റ് വേരിയബിൾസ് ആൻഡ് ദെൻ മേ കം അപ്പ് വിത്ത് എ ടോപ്പിക്. നമുക്ക് വേണ്ട വേരിയബിൾസ് ഒക്കെ സെലക്ട് ചെയ്ത് ടോപ്പിക്കിലോട്ട് വരും. ഫോർ ഇൻസ്റ്റൻസ് കണ്ടോ, ഇതൊക്കെയാണ് കേട്ടോ വേരിയബിൾസ്. ഇവിടെ വരുന്ന വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കണേ. റെസിലിയൻസ്, സൈക്കോളജിക്കൽ വെൽബീയിങ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എമംഗ്സ്റ്റ് കെയർ ഗിവേഴ്സ് ഓഫ് ക്രോണിക്കലി ഇൽ പേഷ്യൻസ്. കണ്ടോ, ഇപ്പോൾ ഇവിടെ റെസിലിയൻസ്, സൈക്കോളജിക്കൽ വെൽബീയിങ്, അഡ്ജസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ എന്താണ്, വേരിയബിൾസ് ആണ്. അപ്പോൾ നമുക്ക് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തുന്നതിലൂടെ നമുക്ക് വേണ്ട വേരിയബിൾസ് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. റിസർച്ച് ഡിസൈൻ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ലേറ്റസ്റ്റ് ഇൻഫർമേഷൻസും ഡെവലപ്മെൻറ്റ്സും ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ നിന്ന് കിട്ടും. സ്റ്റെപ്പ് 1 ഓക്കെ ആണോ? ഇനി അടുത്തത്
സ്റ്റേറ്റിംഗ് ദ പ്രോബ്ലം ആൻഡ് ഫോർമുലേറ്റിംഗ് ദ ഹൈപ്പോത്തസിസ്. നമ്മൾ പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടി. ഞാൻ എടുത്തിട്ടുള്ള ടോപ്പിക്കിനുള്ള വേരിയബിൾസും ഏതൊക്കെയാണ് ഡിസൈൻ എന്നുള്ളതൊക്കെ നമ്മൾ ഏതാണ്ടൊക്കെ ഒരു ലേറ്റസ്റ്റ് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റേറ്റിംഗ് ദ പ്രോബ്ലം ആൻഡ് ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ്. പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുന്നു, ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നു. രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്നെന്താണ്, പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുന്നു, ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നു. Once the research idea is identified and the researcher has fair idea about the existing review of literature, a statement of problem can be stated and hypothesis can be formulated. കണ്ടോ, റിസർച്ച് ഐഡിയ ഐഡൻറ്റിഫൈ ചെയ്തു, റിസർച്ചർക്ക് ഒരു എക്സിസ്റ്റിംഗ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം ക്യാൻ ബി സ്റ്റേറ്റഡ് ആൻഡ് ഹൈപ്പോത്തസിസ് ക്യാൻ ബി ഫോർമുലേറ്റഡ്. ബേസ്ഡ് ഓൺ ദ എക്സാമ്പിൾ ദാറ്റ് വാസ് ഡിസ്കസ്ഡ് അണ്ടർ സ്റ്റെപ്പ് 1, ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം കുഡ് ബി ടു സ്റ്റഡി ദ റെസിലിയൻസ്, സൈക്കോളജിക്കൽ വെൽബീയിങ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എമംഗ്സ്റ്റ് കെയർ ഗിവേഴ്സ് ഓഫ് ക്രോണിക്കലി ഇൽ പേഷ്യൻസ്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം എഴുതുന്നത്. ടു സ്റ്റഡി, നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണ്, അതിന് മുന്നിൽ എന്ത് വെച്ച് കൊടുത്തു, ടു സ്റ്റഡി ദ resilience, psychological well-being and adjustment amongst caregivers of chronically ill patients. ഇങ്ങനെയാണ് നമ്മൾ റിസർച്ചിൻ്റെ പ്രോബ്ലം എഴുതുന്നത്. ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം ഹൈപ്പോത്തസിസ് ക്യാൻ ഓൾസോ ബി ഫോർമുലേറ്റ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാം. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റിൽ തന്നെ പറഞ്ഞു, ഊഹം എന്നാണ് അർത്ഥം. നമ്മൾ ടെൻഡേറ്റീവായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണെന്ത്, ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ആർ ടെസ്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സയൻറ്റിഫിക് റിസർച്ച്. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഫോർ ഇൻസ്റ്റൻസ്, കണ്ടോ എക്സാമ്പിൾ പറയുന്നത് ശ്രദ്ധിക്കുക, ദർ വിൽ ബി സിഗ്നിഫിക്കൻറ്റ് കോറിലേഷൻ ബിറ്റ്വീൻ റെസിലിയൻസ്, സൈക്കോളജിക്കൽ വെൽബീയിങ് ഓഫ് കെയർ ഗിവേഴ്സ് ഓഫ് ക്രോണിക്കലി ഇൽ പേഷ്യൻസ്. കണ്ടോ, ഇവിടെ ദർ വിൽ ബി സിഗ്നിഫിക്കൻറ്റ് കോറിലേഷൻ ബിറ്റ്വീൻ എന്നുള്ളത് എഴുതി. ഇത് ടെൻഡേറ്റീവായി കൊടുക്കുന്നതാണ്, താൽക്കാലികമായിട്ട് കൊടുക്കുകയാണ്. ചിലപ്പോൾ നമുക്കിത് മാറ്റേണ്ടി വരും. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല നമ്മുടെ റിസൾട്ട് വരിക, ചിലപ്പോൾ ഇതേപോലെ കോറിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, റിലേഷൻ ഉണ്ട് എന്ന് നമുക്ക് പറഞ്ഞിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്താണ്, താൽക്കാലികമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇങ്ങനെയാണ് ഇത് എഴുതുക, ദർ വിൽ ബി സിഗ്നിഫിക്കൻറ്റ് കോറിലേഷൻ, അല്ലെങ്കിൽ ദർ വിൽ ബി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഹൈപ്പോത്തസിസ് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് പറഞ്ഞത്, പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുന്നു, ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നു. പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ടു സ്റ്റഡി എന്ന് വെച്ചിട്ട് തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുക. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാം. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദർ വിൽ ബി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്, അല്ലെങ്കിൽ ദർ വിൽ ബി സിഗ്നിഫിക്കൻറ്റ് കോറിലേഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങാം. ഓക്കെ ആണോ സ്റ്റെപ്പ് 2? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിക്കണം കേട്ടോ, കുഴപ്പമില്ലല്ലോ. ഇനി അടുത്തത്, ബേസ്ഡ് ഓൺ ദ പ്രോബ്ലം, സ്റ്റെപ്പ് 3, അപ്രോപ്രിയേറ്റ് റിസർച്ച് ഡിസൈൻ നീഡ്സ് ടു ബി സെലക്റ്റഡ്. മൂന്നാമത്തെയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ടോപ്പിക് ഐഡൻറ്റിഫൈ ചെയ്തു, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തി, പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്തു, ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്തു. മൂന്നാമത്തെ എന്താണ്, റിസർച്ച് ഡിസൈൻ സെലക്ട് ചെയ്യുന്നു. Based on the problem, the researcher needs to select suitable research design. നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്യണം. റിസർച്ച് ഡിസൈൻ ഡിനോട്ട് സ്ട്രക്ചർ ഓഫ് ദ റിസർച്ച്. നമ്മുടെ റിസർച്ചിൻ്റെ സ്ട്രക്ചർ അതിൽ നിന്ന് കണ്ടാൽ മനസ്സിലാവും. ഡിസൈൻസിനെ പറ്റി അറിയുന്ന ഒരാൾക്ക് ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇത് ഏത് രീതിയിലുള്ള റിസർച്ചാണ്, എക്സ്പെരിമെൻ്റൽ ആണോ നോൺ എക്സ്പെരിമെൻ്റൽ ആണോ എന്നുള്ളതൊക്കെ നമ്മുടെ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ആസ് സ്റ്റേറ്റഡ് ബൈ കെർലിംഗർ, റിസർച്ച് ഡിസൈൻസ് ആർ ഇൻവെൻറ്റഡ് ടു എനേബിൾ റിസർച്ചർ ടു ആൻസർ റിസർച്ച് ക്വസ്റ്റ്യൻ ആസ് വാലിഡ്ലി, ഒബ്ജക്റ്റീവ്ലി, ആക്യുറേറ്റ്ലി, ഇക്കണോമിക്കലി ആസ് പോസിബിൾ. കണ്ടോ, അപ്പോൾ നമുക്കൊരു ആൻസർ എങ്ങനെയൊക്കെ കിട്ടണം, വാലിഡ് ആയിരിക്കണം, ഒബ്ജക്റ്റീവ് ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം, ഇക്കണോമിക്കലി പോസിബിൾ ആയിരിക്കണം. ഇങ്ങനെയൊക്കെ പറ്റുന്ന രീതിക്കുള്ളതാണ് എന്ത്, റിസർച്ച് ഡിസൈൻ. ഇതൊക്കെ നമുക്ക് പോസിബിളാക്കി തരുന്നതാണ് ഒരു റിസർച്ച് ഡിസൈൻ. ഇക്കണോമിക്കലി പോസിബിൾ ആയിരിക്കണം. ഒരുപാട് കാശ് ചിലവാക്കിയിട്ടൊരു റിസർച്ച് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്, റിസർച്ച് ഡിസൈൻ. അങ്ങനെയാണ് കെർലിംഗർ അതിനെ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത്. Research design helps to obtain answers to the research problem and control variance that includes maximization of the true variance
independent variable leads to variance in dependent variable, and minimization of error variance in dependent variable that can be attributed to extraneous variable. അപ്പോൾ റിസർച്ച് ഡിസൈൻ എന്താണ്, നമുക്ക് ആൻസേഴ്സ് കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ട്രൂ വാരിയൻസ് മാക്സിമൈസ് ചെയ്യുന്നു. അതായത് ട്രൂ വാരിയൻസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതായത് നമുക്ക് റിസർച്ചിന് വേണ്ട ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ ട്രൂ വേരിയൻസ് എന്ന് പറയുന്നത്. അതിനെ മാക്സിമൈസ് ചെയ്യുന്നു. ആൻഡ് മിനിമൈസേഷൻ ഓഫ് എറർ വേരിയൻസ്, ആവശ്യമില്ലാതെ നമ്മുടെ റിസർച്ചിൽ ഇടയ്ക്ക് കയറി വരുന്ന വേരിയൻസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ എറർ വേരിയൻസ് അല്ലെങ്കിൽ എക്സ്ട്രീനിയസ് എന്നൊക്കെ പറയുന്നത്. അതിനൊക്കെ മിനിമൈസ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് രണ്ടിനും റിസർച്ച് ഡിസൈൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ്, ട്രൂ വേരിയൻസിനെ മാക്സിമൈസ് ചെയ്യാനും എറർ വേരിയൻസിനെ മിനിമൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. There are various steps of research design. For example, factorial design, small n design, and so on, that can be selected based on the requirement of the research and research purpose. ഇവിടെ രണ്ടെണ്ണം പേര് പറഞ്ഞിട്ടുള്ള ഏതൊക്കെയാണ്, ഫാക്ടോറിയൽ, സ്മോൾ ആൻഡ് ഡിസൈൻ ഒക്കെ ഒരുപാട് റിസർച്ച് ഡിസൈൻസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ റിസർച്ചിനെ അല്ലെങ്കിൽ റിസർച്ചിൻ്റെ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ എന്താണ്, റിസർച്ച് ഡിസൈൻ സെലക്ട് ചെയ്യലാണ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് വേണം. അത് റിസർച്ചിൻ്റെ സ്ട്രക്ചർ കാണിച്ചു തരും. കെർലിംഗറിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഇൻവെൻറ്റഡ് ടു എനേബിൾ റിസർച്ചർ ടു ആൻസർ റിസർച്ച് ക്വസ്റ്റ്യൻസ് ആസ് വാലിഡ്ലി, ഒബ്ജക്റ്റീവ്ലി, ആക്യുറേറ്റ്ലി, ഇക്കണോമിക്കലി ആസ് പോസിബിൾ. പിന്നെ മറ്റൊരു ഹെൽപ്പ് എന്താണ്, റിസർച്ച് പ്രോബ്ലത്തിന് ആൻസേഴ്സ് കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യുന്നു. ട്രൂ വേരിയൻസിനെ മാക്സിമൈസ് ചെയ്യാനും എറർ വേരിയൻസിനെ മിനിമൈസ് ചെയ്യാനും സഹായിക്കുന്നു. പിന്നെ ഡിസൈൻസ് രണ്ടെണ്ണം എക്സാമ്പിൾ പറഞ്ഞു, ഫാക്ടോറിയൽ, സ്മോൾ ആൻഡ് ഡിസൈൻ. നമ്മുടെ റിസർച്ച് പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളിത് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തത് ഡാറ്റ കളക്ഷൻ. സ്റ്റെപ്പ് 5 വരുന്നതാണ് സ്റ്റെപ്പ് 4 വരുന്നതാണ് ഡാറ്റ കളക്ഷൻ. When the statement of problem is stated, hypothesis formulated, and the research design is finalized, one can then move to the next step, that is ഡാറ്റ കളക്ഷൻ. നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് നോക്കാം. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഡാറ്റ കളക്ട് ചെയ്യലാണ്. ഇൻ ദിസ് സ്റ്റെപ്പ് though one has to first all identify the population and sample. In the case of our example, the population that is being studied, caregivers of chronically ill patients. ഇവിടെ നമ്മൾ എന്ത് വേണം, ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ പോപ്പുലേഷനും സാമ്പിളും ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലേ. അപ്പം നമ്മൾ എക്സാമ്പിൾ എപ്പോഴും പറയാറുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാണ്, സോഷ്യൽ മീഡിയ യൂസേജ് ആൻഡ് സ്ലീപ്പ് ക്വാളിറ്റി ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്. ഇതാണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്ലീപ്പ് ക്വാളിറ്റി ഇഷ്യൂസ് കുറയുന്നുണ്ടോ, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് കൂടുന്നുണ്ട്. ഇതാണ് ഒരു റിസർച്ച് എന്ന് വിചാരിക്കാം. അപ്പം ഞാൻ കേരളത്തിലെ കോളേജ് സ്റ്റുഡൻസിനെ വെച്ചിട്ടാണ് എൻ്റെ റിസർച്ച് എന്ന് വിചാരിക്കുന്നു. 10,000 പേരാണ് കോളേജ് സ്റ്റുഡൻസ് കേരളത്തിലുള്ളത്. ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നതാണ് കേട്ടോ, എക്സാക്ട്ലി അല്ല. ഒരു 10,000 പേര് കോളേജ് സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് എൻ്റെ പോപ്പുലേഷൻ. കേരളത്തിലെ മൊത്തം കോളേജ് സ്റ്റുഡൻസിനെ വെച്ചിട്ടാണ് ഞാൻ റിസർച്ച് ചെയ്യുന്നത് വെച്ചെങ്കിൽ മൊത്തം കോളേജ് സ്റ്റുഡൻസ് എന്താണ്, പോപ്പുലേഷനാണ്. ഓക്കെ. ഇനി ഈ 10,000 പേരെ വെച്ചിട്ട് എനിക്ക് റിസർച്ച് ചെയ്യാൻ എളുപ്പമല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, അതിൽ നിന്നൊരു 1000 പേരെ മാത്രം സെലക്ട് ചെയ്യും. ഇതാണ് സാമ്പിൾ. അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എൻ്റെ നമ്മുടെ റിസർച്ചിൽ വരുന്ന ആൾക്കാരാണ്. സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, റിസർച്ചിൻ്റെ എളുപ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ കുറച്ച് പേരെ മാത്രം എടുത്തിട്ട് റിസർച്ച് ചെയ്യും. അതാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഡാറ്റ കളക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പോപ്പുലേഷനും സാമ്പിളൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. പോപ്പുലേഷനും സാമ്പിളും ഓക്കെ ആണോ? ഇത് ഓക്കെ അല്ല വെച്ചെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയും. അതല്ലാതെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. പറഞ്ഞ ഓക്കെ ആണോ? പോപ്പുലേഷനും സാമ്പിളും ഓക്കെ ആണോ? ഓക്കെ. അപ്പം നമ്മൾ ഡാറ്റ കളക്ഷനിൽ ആദ്യം എന്ത് വേണം, പോപ്പുലേഷനും സാമ്പിളും ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആൻഡ് ദ റിസർച്ചർ വിൽ ഹാവ് ടു സെലക്ട് എ സാമ്പിൾ സൈസ് ആൻഡ് ഓൾസോ സാമ്പിളിംഗ് ടെക്നിക് ടു ക്യാരി ഔട്ട് ദ സ്റ്റഡി. അപ്പോൾ അതിനുശേഷം നമ്മൾ സാമ്പിളിൻ്റെ സൈസ് സെലക്ട് ചെയ്യും. 1000 പേരാണോ, 10 ആൾക്കാരാണോ, 100 ആണോ, 500 ആണോ, 10,000 ആണോ, ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യും. സാമ്പിളിംഗ് ടെക്നിക്കും നമ്മൾ സെലക്ട് ചെയ്യും. ഇവിടെ സാമ്പിളിംഗ് ടെക്നിക്കിൻ്റെ പേരുകൾ പഠിക്കേണ്ടതാണ് കേട്ടോ. ഇത് ഈ പേരുകൾ പഠിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാമ്പിളിംഗ് ടെക്നിക്കുകൾ. ജസ്റ്റ് പേരുകൾ വെച്ച് പഠിച്ചാൽ മതി. നമുക്ക് ടെക്സ്റ്റിൽ ഒരു ടേബിൾ ഉണ്ടായിരിക്കും, അത് പഠിക്കേണ്ട, ഈ പേരുകൾ മാത്രം പഠിക്കാം. അടുത്തത് സ്റ്റെപ്പ് 5 ഡാറ്റ അനാലിസിസ്. ഇപ്പോൾ ഡാറ്റ കളക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ എന്ത് ചെയ്യാണ്, അനാലിസിസ് ചെയ്യുന്നു.
The data obtained will be subjected to data analysis. Data analysis can also be qualitative or quantitative. നമ്മുടെ ഡാറ്റ അനാലിസിസ് ചിലപ്പോൾ ക്വാളിറ്റേറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കാം. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആദ്യം പറയാം. അതായത് നമുക്ക് നമ്പർ അസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഹെയറിൻ്റെ കളറ്, കണ്ണിൻ്റെ നിറം, പിന്നെ ലെങ്ത്ത് വേണ്ട, ലെങ്ത്ത് നമുക്ക് നമ്പറാക്കി എഴുതാൻ പറ്റില്ലേ. മുടിയുടെ നിറം, കണ്ണിൻ്റെ നിറം, പിന്നെ അതുപോലെ തന്നെ മെലിഞ്ഞത്, തടിച്ചത്, അങ്ങനത്തെ ഒക്കെ പറയില്ലേ. പിന്നെ അതുപോലെ തന്നെ ജെൻഡർ ബേസ്ഡ്, ഫീമെയില്, മെയില്, ഇതൊക്കെ പറയുന്നത് എന്താണ്? ക്വാളിറ്റേറ്റീവാണ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച് നമുക്ക് നമ്പർ അസൈൻ ചെയ്ത് എഴുതാനായിട്ട് പറ്റും. അതായത് ലെങ്ത്ത്, ഹൈറ്റ്, സൈസ്, ഇതൊക്കെ നമുക്ക് നമ്പർ ബേസ്ഡിൽ എഴുതാം. അപ്പോൾ അതാണ് ക്വാണ്ടിറ്റേറ്റീവ്. ഇങ്ങനെ രണ്ട് രീതിക്ക് നമുക്ക് അനാലിസിസ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നെങ്കിൽ ക്വാളിറ്റേറ്റീവായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവായിട്ട് ചെയ്യാം. ഇവിടെ രണ്ടും ക്വാളിറ്റേറ്റീവ് എന്നാണ് കേട്ടോ എഴുതിയേക്കുന്നത്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. If the researcher can be done through interview or observation as method of data collection, then the data will make qualitatively analyzed. If he or she used to standardized psychological test, then the obtained raw score can be subjected to statistical analysis. ഇപ്പോൾ ഇവിടെ ഡാറ്റ കളക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? ക്വാളിറ്റേറ്റീവ്ലി അനലൈസ് ചെയ്യാം. ഇനി അതെല്ലാം നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ നമുക്കതിന് എന്ത് ചെയ്യാം? ഫെർദർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്താനായിട്ട് പറ്റും. അപ്പോൾ ഡാറ്റ കളക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഡാറ്റ അനാലിസിസ് ആണ്. ക്വാളിറ്റേറ്റീവ് ഓർ ക്വാണ്ടിറ്റേറ്റീവ്ലി നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റാൻഡേർഡൈസ്ഡ് സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റോ സ്കോറിനെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് സബ്ജക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് സ്റ്റെപ്പ് 6. They are having conclusions and making generalization. ഇവിടെ എന്താണ്? നമ്മൾ കൺക്ലൂഷൻസും ജനറലൈസേഷൻ നടത്തുന്നു. റിസർച്ച് ഓൾമോസ്റ്റ് കഴിയാൻ പോവുകയാണ് സ്റ്റെപ്പ് 6 കൂടി. ബേസ്ഡ് ഓൺ ദ ഡാറ്റ അനാലിസിസ് ദ റിസർച്ച് ആൻഡ് ദെൻ ഡ്രോ കൺക്ലൂഷൻസ് ആൻഡ് മേക്ക് ജനറലൈസേഷൻ. നമ്മളൊരു കൺക്ലൂഷനിൽ എത്തുന്നു. എന്താണ് ഒരു കൺക്ലൂഷൻ? നമുക്ക് പറയാം, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ കോളേജ് സ്റ്റുഡൻസിൻ്റെ സ്ലീപ്പ് ക്വാളിറ്റീസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് നമ്മളൊരു കൺക്ലൂഷൻ നമുക്ക് കിട്ടി. അപ്പോൾ അത് ജനറലൈസ് ചെയ്യാണ്. വെറും 1000 പേരിൽ നമ്മൾ തുടങ്ങിയ റിസർച്ച് 10,000 പേരിലും നമ്മൾ ജനറലൈസ് ചെയ്യും. കേരളത്തിലുള്ള 10,000 കോളേജ് സ്റ്റുഡൻസിനും ഇങ്ങനെ തന്നെയാണ്. കൂടുതലായിട്ട് മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അവരുടെ സ്ലീപ്പ് ക്വാളിറ്റി കുറയുന്നുണ്ട്, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് കൂടുന്നുണ്ട്. ഇങ്ങനെ ജനറലൈസ് ചെയ്യും. It is also important at this stage to adequately report the findings of software research for the benefit of others such as expert students and society in general. ഇവിടെ എന്താണ്? നമ്മൾ adequately report the findings of software research. നമ്മൾ ഈ ഒരു റിസർച്ച് നടത്തിയുള്ള സോഫ്റ്റ്വെയറിനെ adequately റിപ്പോർട്ട് ചെയ്യണം. For the benefit for others such as expert students and society in general. മറ്റുള്ളവർക്ക് അത് ഹെൽപ്ഫുൾ ആവാനായിട്ട് വേണ്ടി. അപ്പോൾ 6 സ്റ്റെപ്സ് നമ്മൾ റിസർച്ച് പ്രോസസ്സിൽ പറഞ്ഞു. ആദ്യം എന്താണ്? റിസർച്ച് ഐഡിയ, അതായത് പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തുന്നു. രണ്ടാമത്തേൽ പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുന്നു, ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡിസൈൻ സെലക്ട് ചെയ്യലാണ്. കൃത്യമായിട്ടുള്ളൊരു ഡിസൈൻ സെലക്ട് ചെയ്യുന്നു. കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാറ്റ കളക്ഷൻ, അതിൽ തന്നെ സാമ്പിളിംഗ് ടെക്നിക്കുകൾ പറയുന്നുണ്ട്. സാമ്പിൾ സൈസുകൾ സെലക്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഡാറ്റ അനാലിസിസ്, ക്വാളിറ്റേറ്റീവ്ലി ഓർ ക്വാണ്ടിറ്റേറ്റീവ്ലി നമുക്ക് ഡാറ്റ അനാലിസിസ് ചെയ്യാം. സ്റ്റെപ്പ് 6 ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യാണ്? കൺക്ലൂഷൻസ് ഉണ്ടാക്കുന്നു, അതിൽ നിന്ന് ജനറലൈസേഷൻസ് നടത്തുന്നു. ഓക്കെ ആണോ? കഴിഞ്ഞില്ലേ ചാപ്റ്റർ? 2 ടോപ്പിക്കും കൂടിയുള്ളൂ, നാളെ എടുക്കാം ബാക്കി നമുക്ക് കേട്ടോ. അപ്പോൾ ഇത്രയാണ് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറില്ല, എങ്കിലും വിട്ട് കളയാൻ പറ്റാത്തൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഓക്കെ, പിന്നോട്ടിട്ടാണ് കേട്ടോ 1 to 5 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഗ്രൂപ്പിലുള്ളവരാണോ നിങ്ങളൊക്കെ ആണെന്നുവെച്ചെങ്കിൽ അതിലുണ്ടായിരിക്കും. നമ്മൾ 30 ദിവസം കൊണ്ട് പരമാവധി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ടായിരിക്കും ചാപ്റ്റേഴ്സ് എടുത്തു പോകുന്നത് കേട്ടോ. കാരണം ഇനി ദിവസമല്ലല്ലോ. അപ്പം അങ്ങനെയുള്ള കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണമെന്നുണ്ട് വെച്ചെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. നാളെ ഇതിൻ്റെ ബാക്കി ഉണ്ടായിരിക്കും. 12 മണി ഓക്കെ ആണല്ലോ നിങ്ങൾക്കൊക്കെ? ഓക്കെ, അപ്പോൾ നാളെ 12 മണിക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. നാളത്തെ സെഷനിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Okay, thank you.